നാട്ടിലെത്തിയാൽ സൺഡേ പള്ളിയിൽ പോകുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ സൺഡേ ആയിട്ട് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് നമ്മൾ ബീഫൊക്കെ മേടിച്ച് ബീഫ് കറിയൊക്കെ വെച്ച് അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ പണ്ട് സൺഡേകൾ ആഘോഷിക്കാറ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് അമ്മയിലൂട്ടനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവൾ മടിച്ചായത് കാരണം അവൾ കിടന്ന് ഉറങ്ങി. അവൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അവളുടെ അടുത്ത് കുറച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് മുറ്റത്തൂടെ അങ്ങനെ ഇങ്ങനെ ചുമ്മാതെ നടന്ന് പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അമ്മ ഈ വട്ടം വന്നപ്പോൾ കുറേ പുതിയ പൂക്കൾ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അമ്മ ആരുടെ വീട്ടിൽ പോയാലും അമ്മയുടെ കയ്യിൽ ചെറിയൊരു കമ്പോ ചെടിയോ ചെടിയുടെ തൈയോ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് വീട് നിറയെ ഇപ്രാവശ്യം വീടിൻ്റെ മുറ്റം നിറയെ പൂക്കളായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ തെറ്റിപ്പൂവിനെ കുറിച്ച് അമ്മ വാതോരാതെ പറയും. എന്ത് നല്ല ഭംഗിയാണ്, കുടം പോലെ നിൽക്കുന്നത്, അത് ഇന്നാൾക്ക് കൊണ്ട് വെച്ചപ്പോൾ അങ്ങനെയായിരുന്നു, ഇത് ഇപ്പോൾ വെച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങൾ പൂക്കളെപ്പറ്റി മാത്രം അമ്മ പറയാറുണ്ട് എൻ്റെ അടുത്ത്. ഇതിങ്ങനെ വന്ന് നമ്മൾ കൊണ്ടുവച്ച് ഇങ്ങനെ പിടിച്ച് പൂവായി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. പൊന്നാമ എന്തോ സ്പെഷ്യൽ വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് നല്ല പുകയും മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല മണം വന്നപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്നു. പിന്നെ ചോറ് കഴിച്ചു. നല്ല മുരിഞ്ഞ നെത്തോലി ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ചോറിന് കൂട്ടാനായിട്ട്. വീട്ടിലെത്തി കഴിഞ്ഞാൽ എൻ്റെ പാത്രത്തിൽ ചോറിനേക്കാളും കൂടുതൽ കറികളായിരിക്കും എന്ന് അമ്മ പറയും എപ്പോഴും. പിന്നെ തെങ്കാശി പോയിട്ട് വന്നപ്പോൾ നമ്മൾ ചീമനെല്ലിക്ക മേടിച്ചുകൊണ്ട് വന്നത് ഉപ്പിലിട്ട് വെച്ചു. അത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും അമ്മയിലും ജിമ്മിച്ചാൻ അവരുടെ ഫാമിലി ആയിട്ട് അവരൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. അമ്മയിലുണ്ടെങ്കിൽ പോകാനേ തോന്നുന്നില്ല. കാരണം നമ്മൾ കസിൻസൊക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് അവിടുത്തെ അവരുടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഹനബിക്ക് പോകാൻ മനസ്സേ തോന്നുന്നില്ല. അതിനുശേഷം നമ്മൾ കൊച്ചമ്മയുടെ വീട്ടിൽ പോയിരുന്നു. കുറച്ച് നേരം കൊച്ചമ്മയോട്ടൊക്കെ വർത്താനം പറഞ്ഞു. അതിനുശേഷം കുറേ നേരം നമ്മൾ കസിൻസൊക്കെ ഓണമായതുകൊണ്ട് കസിൻസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചു. കുറേ നേരം നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഓണം ഒക്കെ ആകുമ്പോഴല്ലേ ആരെങ്കിലുമൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ വരുന്നതും നമ്മളെല്ലാവരും കുറേ നാളിന് ശേഷം കാണുന്നതും നമ്മൾ കുറേ സംസാരിക്കുന്നതും അങ്ങനെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഇല്ലാതിരുന്നതിന് നമ്മൾ ഇവിടെ വന്നിരുന്ന് നമ്മൾ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പം നമ്മൾ കുറേ ഇങ്ങനെ മിസ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വട്ടം ഓണത്തിന് നാട്ടിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കുറേ ഭയങ്കരമായിട്ട് ലക്കായിരുന്നു. എല്ലാവരെയും കാണാനും എല്ലാവരും സംസാരിക്കാനും ഒക്കെ പറ്റി. അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീട്ടിൽ പോയാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കുക, കസിൻസിനോടൊക്കെ വർത്തമാനം പറയുക, അപ്പുറത്തെ ഇപ്പുറത്തെ. നമുക്ക് എൻ്റെ പപ്പയ്ക്ക് ചേട്ടന്മാരുടെ വീടുകളെല്ലാം നമ്മുടെ വീടിന് അടുത്തടുത്താണ്. അപ്പം നമുക്ക് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കാനും അങ്ങനെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഇത് ഹാനോപ്പിയാണ്, ഇതെൻ്റെ കസിൻ്റെ മോനാണ്. അവൻ കിലുകിലാന്ന് വർത്താനം പറയും. അവനിങ്ങനെ കുറേ കഥകളും അവൻ യാത്ര പോയ കഥകളും ഒക്കെ പറയായിരുന്നു. പിന്നെ ഇന്ന് അമ്പലത്തിൽ ഗുരുദേവ ജയന്തി ആയതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വോയിസ് മോഹൻദാസ് സാറിൻ്റെയാണ്. പുള്ളി നമ്മളെ പഠിപ്പിച്ച ഒരു മാഷാണ്. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ് വീടുകളിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും ഹാനോപ്പിയും കൂടെ ഇങ്ങനെ നടന്ന് പടിഞ്ഞാറ് വീടുകളിലൊക്കെ അങ്ങ് പോകുമായിരുന്നു. നമ്മുടെ അയൽവക്കത്തൊക്കെ കയറി ഒന്ന് ഇറങ്ങി എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പം പ്രത്യേക ഒരു മനസ്സുഖം. ഇത് കൊച്ചുമോൻ്റെ പോപ്പിക്കുട്ടനാണ്. പോപ്പിക്കുട്ടൻ ഇങ്ങനെ ഭയങ്കര സൈലൻ്റാണ്. അങ്ങനെ നമ്മൾ പോപ്പിക്കുട്ടൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കസിൻസൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അവിടെയും കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ പപ്പയുടെ വേറൊരു ചേട്ടൻ്റെ വീടുണ്ട്, പിന്നെ വേറൊരു വല്യപ്പയുടെ വീടുണ്ട്. ആ വീട്ടിലെ മറ്റേ ഒരു കസിൻ വീടുണ്ട്.
തിരിച്ച് നമ്മൾ വൈകുന്നേരമൊക്കെ ആയി വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ അപ്പോൾ അപ്പ നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായി. പിന്നെ വന്ന് കുറച്ച് നേരം അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും ജിമ്മിച്ചാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അവിടുത്തെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് ജിമ്മിച്ച മീൻതല മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് കറി വെച്ചു. അത് മമ്മി കറി വെച്ച് കഴിഞ്ഞപ്പം നല്ല കപ്പയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പപ്പുഴുക്കും മീൻ തലക്കറിയായിരുന്നു വൈകുന്നേരത്തെ സ്പെഷ്യല്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ തലക്കറിക്ക്. ശരിക്കും തല മാത്രമല്ല, അതിനകത്ത് എല്ലാം കൂടി ഇട്ടാണ് മമ്മി കറി വെച്ചത്. പക്ഷേ തല ഇച്ചിരി വലുതായത് കാരണം നമ്മൾ തല മാത്രം എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം കപ്പപ്പുഴുക്കും തലക്കറിയും ഒക്കെ ആയിട്ട് ഡിന്നർ കഴിച്ചു. നല്ലതായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അങ്ങനെ ആ സൺഡേ അവസാനിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.